ഹായ്, ഞാൻ അനുദീപ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാൻസലേഷൻ സാധ്യത കുറവാണ്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ക്യാൻസൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ചോദ്യങ്ങളുടെ നിലവാരവും സ്ട്രക്ചറും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പുതിയൊരു യുഗത്തിലേക്ക് PSC കാലെടുത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പർപ്പസ് രണ്ടാണ്. ഈ ചോദ്യ പേപ്പറിൽ നിന്ന് ധാരാളം അസോസിയേറ്റഡ് ഫാക്ടുകൾ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസിന് ചോദിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് മറ്റ് പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയിൽ ഞാൻ അത് നിറയെ നിങ്ങൾക്ക് തരും. അസോസിയേറ്റഡ് ഫാക്ടുകൾ ധാരാളം നിങ്ങൾക്ക് തരും. അതിനോടൊപ്പം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചസ്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, ക്ലാസ് റൂം പ്രോഗ്രാംസ് ഉണ്ട്, റിവിഷൻ ബാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു എന്ന് കുട്ടികളുടെ അടുത്ത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെന്റ്, ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പൊ എത്ര ചോദ്യങ്ങൾ ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് വന്നു എന്ന് കൃത്യമായി ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. വിത്ത് പ്രൂഫ്, എവിഡൻസ് ആയിരിക്കും തന്നുവരുന്നത്. ഞങ്ങളുടെ ക്ലാസിന്റെ സ്ക്രീൻഷോട്ട്സ്, ക്ലാസ് നോട്ട്സിന്റെ സ്ക്രീൻഷോട്ട് തന്നെ തന്നുവിടും. നിങ്ങൾക്കത് കൊണ്ടുപോയി വെരിഫൈ ചെയ്യാം. നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് ക്രെഡിബിലിറ്റി വേണം, പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നുവിടുന്നത്. ഇതിലെ അസോസിയേറ്റഡ് ഫാക്ടുകളും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉപയോഗിക്കാം. PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലിയിൽ അംഗങ്ങളാവുക. ഇതുപോലെ ധാരാളം കണ്ടന്റുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു PDF. ആ PDF നിന്നും ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതും ഞാൻ ടെലിഗ്രാമിൽ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ PDF എടുത്ത് വെച്ച് തന്നെ പഠിക്കുക. പ്രിന്റ് എടുക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതാണ്. സെക്കൻഡ് സ്റ്റേജ് നമുക്ക് അവിടെ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ അംഗങ്ങളാവാൻ ആരും മറക്കണ്ട. ഈ വീഡിയോ ഒന്ന് കാണണേ. പ്രിലിംസിന് സ്മാർട്ട് വർക്കും ഉണ്ട്, ഹാർഡ് വർക്കും ഉണ്ട്. കറക്കി കുത്തി നമുക്ക് ചോദ്യങ്ങളിലേക്ക് എത്താൻ പറ്റും, ഒരു സംശയം വേണ്ട. അതൊക്കെ ഈ വീഡിയോയിൽ, ഇന്നലെ പബ്ലിഷ് ചെയ്ത ഈ വീഡിയോയിൽ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ആഴത്തിലുള്ള പഠനവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ടെക്നിക്സിനെ പറ്റി അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. എത്രത്തോളം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചാൽ അതിന്റെ ബെനിഫിറ്റ്, ഗുണം നമുക്ക് കിട്ടും. അതാണ് ഈ പരീക്ഷ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്. ടെസ്റ്റ് സീരീസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടോ എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സാമ്പിൾ ടെസ്റ്റ് സീരീസിന്റെ PDF കൂടെ മാത്രം പോയാൽ മതി, നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ മറ്റൊന്ന്, വെർബാറ്റം അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെ PSCയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതേപടി വന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ചോദ്യം, അല്ലെ? 1857 റിവോൾട്ടിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചതെന്നാണ് ഈ ചോദ്യം. ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് കൃത്യമായി കവർ ചെയ്തതാണ്. നാളെ സ്ക്രീൻഷോട്ട്. റിസൾട്ട് ഓഫ് 1857 റിവോൾട്ട് വളരെ വിശാലമായി കൊടുത്തിട്ടുണ്ട്. ഇത് ഒരാവർത്തി പഠിച്ച ഒരാൾക്ക്, വായിച്ച ഒരാൾക്ക് ഈ ചോദ്യം തെറ്റത്തില്ല. ക്ലാസ് നോട്ട്സിലും വളരെ വിശദമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് നോട്ട്സിലാണ്, സ്ക്രീൻഷോട്ടാണിത്. കോൺസിക്വൻസസ് എന്തൊക്കെ, ഓരോ പോയിന്റുകളും വളരെ വിശാലമായി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ പോയിന്റുകളും ഇത് കവേർഡ് ആണ്. അപ്പോൾ ഇതിന്റെ ചോദ്യം എന്താണ്? റിസൾട്ട് എന്താണ്, അല്ലെ? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് C ആണ്. 1, 2 and 3, 4 വരത്തില്ല. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, ഡയാർക്കി, ഇതൊക്കെ ഏത് ആക്ട് കണ്ടല്ല കൊണ്ടുവന്നത്? നമ്മൾ 1909 ആക്ടും 1919 ആക്ടും ഒക്കെ പഠിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് ഏത് ആക്ടിനകത്താണ് വന്നത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഇത് 3 എണ്ണമാണ് 1857 റിവോൾട്ടിന്റെ ഇംപ്ലിക്കേഷൻ. ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ്, അതാണ് ഞാൻ ആദ്യമേ ഞങ്ങൾ കൊടുത്ത ഫ്രീ ടെസ്റ്റിൽ ഞങ്ങൾ കവർ ചെയ്തതാണ്. ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിനാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. ദയവായി ടെലിഗ്രാമിൽ ആ PDF ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തിയിട്ട് പോവാം. ഒരു ഫൈനൽ റൗണ്ട് കൊട്ടിക്കലാശത്തിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് മറ്റേ ചോദ്യത്തിലേക്ക് പോവാം. ഇത് അതേപടി തന്നെ PSC ചോദിച്ചിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്നറിയപ്പെടുന്ന ഏതിനെയാണെന്നാണ് ചോദ്യം. ഞങ്ങൾ ഇതും എക്കണോമിക്സിന്റെ മൊഡ്യൂൾ ടെസ്റ്റിൽ ഇതുപോലെ തന്നെ കവർ ചെയ്തിട്ടുള്ളതാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്താണ് നാഷണൽ ഇൻകം? ഇതിന്റെ ആൻസർ B ആണ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അത് തന്നെയാണ് ഇതിന്റെ ആൻസർ വരിക. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, C ആണ് ഇവിടെ വരുന്നത്. സോ ഇതേപടിയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ബിക്കോസ് PSC പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി ഉണ്ട്. അവർക്ക് പണ്ഡിതന്മാരെ വേണ്ട, അവർക്ക് ട്രെയിൻ ചെയ്യാമെന്ന് ബ്യൂറോക്രാറ്റ്സിന് മതി. ആ ഒരു ബ്യൂറോക്രാറ്റ് അറിഞ്ഞിരിക്കേണ്ട സെറ്റ് ഓഫ് ഫാക്ട്സ്, സെറ്റ് ഓഫ് കണ്ടന്റ്, അത് മാത്രമാണ് PSC പ്രതീക്ഷിക്കുന്നത്. വലിച്ചു വാരി പഠിക്കുന്നതിന് ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ തന്നെ പഠിക്കുക. ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. സോ PSC പഠനം ഇപ്പോൾ എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പം ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി എന്ന് പറഞ്ഞില്ല. സിമ്പിൾ ആണ് പരിപാടി, പക്ഷേ വെറും ഈസി അല്ല. നമ്മൾ സിംപ്ലിസിറ്റി, ഈസിനെസ് എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
വെറും 499 രൂപ മാത്രമാണ് പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ ഫീസ് വരുന്നത്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യാം. കാര്യം ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ തെളിവുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തുകയാണ്. പക്ഷെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് വെറും 499 രൂപയേ ഉള്ളൂ എന്ന് കരുതി ചാടിക്കരി പർച്ചേസ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡിസ്കഷൻസിൽ കൂടെ ഒരു 2x സ്പീഡിൽ കണ്ട് വീഡിയോ ഡിസ്കഷൻസിൽ കൂടെ എങ്കിലും പോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. കാര്യം വളരെ വെൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണിത്. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. കാര്യം ഞങ്ങളുടെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് വില വളരെ കുറവായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് വേണം, ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഡിസ്കഷൻസ്, റിവിഷൻ ക്ലാസ്സുകൾ എങ്കിലും 2x സ്പീഡിലിട്ട് മാക്സിമം കണ്ട് തീർക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റ് സീരീസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കൂ. വേൾഡ് ഹിസ്റ്ററിയിലെ അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. കോൾഡ് വാറുമായി അസോസിയേറ്റ് ചെയ്ത സംഭവങ്ങൾ എന്തൊക്കെയെന്ന ചോദ്യം. ഒരുവിധം ആൾക്കാർക്ക് ക്യൂബൻ മിസൈൽ ക്രൈസിസും വിയറ്റ്നാം വാറും ഒക്കെ അറിയായിരിക്കും. പേൾ ഹാർബർ അറ്റാക്ക് കോൾഡ് വാർ അല്ല, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് അറിയായിരിക്കും, അല്ലെങ്കിൽ നാറ്റോയെ പറ്റിയ കാര്യം. പക്ഷെ മ്യൂണിച്ച് കോൺഫറൻസ് എന്താ? ഇത് സൂചനയായി പിള്ളേർ, ഇനി വരാൻ പോകുന്ന ചോദ്യം മ്യൂണിച്ച് കോൺഫറൻസ് എന്നാ. ഇത് വെറും കോൺഫറൻസ് അല്ല, കൊടും ചതിയായിരുന്നു. മ്യൂണിച്ച് ബിട്രയൽ എന്നാണ് ലോക ചരിത്രത്തിൽ ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ മുകളിൽ പറഞ്ഞിട്ടുള്ള ഫാക്ടുകൾ എല്ലാം ഞങ്ങൾ ക്ലാസ് നോട്ട്സിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂണിച്ച് കോൺഫറൻസ് എന്താണെന്നും കൃത്യമായി ഞങ്ങൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം മ്യൂണിച്ച് എഗ്രിമെന്റ് അത് 1938 ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. കോൾഡ് വാറിന് മുമ്പ് നടക്കുന്നതാണ്. ഈ ഒരു ഇൻസിഡന്റ് മൂലമാണ് ഹിറ്റ്ലർ ഇത്രയും വലിയ അഹങ്കാരിയും തോന്നിവാസിയാവുന്നത്. കാര്യം സുഡറ്റൻ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഒരു ന്യായവും ഇല്ലാതെ ഹിറ്റ്ലർ പിടിച്ചെടുത്തപ്പോൾ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ മാനത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. മ്യൂണിച്ചിൽ വെച്ച് നടന്ന കൊടും ചതിയെ പറ്റി ഞാൻ വിശാലമായി മറ്റൊരു വീഡിയോ ചെയ്യാം. പക്ഷെ ഇതൊരു സൂചനയാണ്. ഇതുവരെ ചോദിക്കാത്തൊരു കാര്യം PSC ഇപ്പം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത പരീക്ഷ ഇടുന്ന ചോദ്യങ്ങൾ വരും. പക്ഷെ ഞങ്ങളിത് ഓൾറെഡി ക്ലാസ്സിൽ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് പ്രധാനപ്പെട്ട റീസൺ, ഞങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കിയുള്ള പരസ്യം, അഡ്വർടൈസ്മെന്റ്സ് ഒന്നും ഇല്ല. ഞങ്ങളുടെ ക്വാളിറ്റി മാത്രമാണ് ഞങ്ങളുടെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്ര ഒരു പ്രൊലോങ്ഡ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം. ഇതും ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ്, ഞാൻ ഇന്ന് ടെലിഗ്രാമിലൂടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ചോദ്യം എന്താണ്? മുഗൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം, അല്ലെ? ഇതിനകത്ത് ഒരു പ്രസ്താവന ശരിയല്ല. കാര്യം ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാ? കൃത്യമായ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാന്നുള്ള കാര്യം. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ആരാ? ഷാജഹാൻ. ഫത്തേപൂർ സിക്രി അക്ബർ. ഇവിടെ മോത്തി മസ്ജിദ് എന്ന് വെച്ചാൽ ആഗ്ര ഫോർട്ടിന്റെ കവാടം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? മോത്തി മസ്ജിദ് ഡൽഹി വാസ് ബിൽഡ് ബൈ ജഹാംഗീർ എന്ന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ മോത്തി മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് ആരാ? ഷാജഹാൻ, ജഹാംഗീർ അല്ല. കൃത്യമായി നമ്മൾ ടെസ്റ്റ് സീരീസിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. ലോഫ്റ്റി ഗേറ്റ് വേ ടു റെഡ് ഫോർട്ട് ഈസ് നോൺ ആസ് ബുലന്ദ് ദർവാസ, അല്ലെ? ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രിയിലാണുള്ളത്, റെഡ് ഫോർട്ടിലല്ല ഉള്ളത്. കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്ബർ പണിയ സാധനമാണ്. സോ ഇതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു PDF ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ഇനി അടുത്തൊരു 2-3 വർഷം വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള PDF ആണ്. ഫ്രീ ആയിട്ട് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനിയുള്ള ദിവസം പഠിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. മറ്റൊരു ചോദ്യം ഇൻഡിപെൻഡൻസ് ആക്ടിനെ പറ്റിയുള്ള. ഇൻഡിപെൻഡൻസ് ആക്ട് ഇതൊക്കെ 1 വർഷം മുമ്പ് തന്നെ ടെലിഗ്രാമിൽ നോട്ട്സും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബ് വഴി വീഡിയോ ക്ലാസ് തന്നിട്ടുള്ളതാണ്. വളരെ വിശാലമായി തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ഈ കണ്ടന്റ് മാത്രം അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്, പക്ഷേ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണല്ലോ ചോദിച്ചിട്ടുള്ളത്. കാര്യം ഈ ആക്ടിന് അണ്ടറിൽ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ജോയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ നേരെ തിരിച്ചാ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ വിശാലമായി കഥയിൽ കൂടെ, മൗണ്ട് ബാറ്റന്റെ കഥയിൽ കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഈ ഒരു പ്ലേലിസ്റ്റ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്ലേലിസ്റ്റ് കാണുക. റെഗുലേറ്റിംഗ് ആക്ട് 1773 മുതൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് 1947 വരെ അരച്ച് കലക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വേറെ ഒരു സോഴ്സ് നിങ്ങൾ വേണ്ടി റെഫർ ചെയ്യണം. ഓക്കെ, മറ്റൊരു ചോദ്യം, ഇത് റിലേറ്റീവ്ലി എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയുള്ള ചോദ്യമാണ്. പക്ഷേ അത് മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ നിങ്ങൾ കവർ ചെയ്തിരുന്നു. മൊഡ്യൂൾ ടെസ്റ്റിലും മറ്റൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാം തന്നെ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫൈനൽ റൗണ്ട് റിവിഷന് ഇവിടുത്തെ അസോസിയേറ്റഡ് ഫാക്ടർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു വീഡിയോ ഡിസ്കഷൻ നമുക്ക് വേറെ ചെയ്യാം. തൽക്കാലം ഞാൻ നിങ്ങൾക്ക് നോട്ടുകൾ തന്നിട്ടുണ്ട്. കാരണം ഇത്തരം വളരെ വിശാലമായിട്ടുള്ള, ഇതൊക്കെ ടെസ്റ്റ് സീരീസിന്റെ നോട്ട്സ് ആണ്. വളരെ വിശാലമായി തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. TK മാധവന്റെ റോൾ എന്താണ്, മറ്റ് ലീഡേഴ്സിന്റെ റോൾ എന്താണെന്നൊക്കെ കൃത്യമായി തന്നെ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. വളരെ വിശാലമായ രീതിയിൽ പല ടെസ്റ്റുകളിലും കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുമെന്ന് നമ്മൾ ഓൾറെഡി യൂട്യൂബ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത ടെസ്റ്റ് സീരീസിനകത്തും ഇത് പല ടെസ്റ്റുകളിലായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാര്യം ഒരു ടെസ്റ്റിൽ കുട്ടികൾ മിസ് ഔട്ട് ആക്കിയാലും മറ്റേ ടെസ്റ്റിൽ അവർക്ക് അത് കിട്ടണം അല്ലേ? യെസ്, അതുകൊണ്ട് ഇത്രയും അസോസിയേറ്റഡ് ഫാക്ടർ പഠിച്ചിട്ട് പോയാൽ മതി. ഇതിനപ്പുറത്തോട്ടൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. മറ്റൊരു വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ നമുക്ക് എടുത്താലോ? റഷ്യൻ റവല്യൂഷനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. അതിനെപ്പറ്റി ശരിയായ പ്രസ്താവന എന്തെന്നാ ചോദ്യം. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും നമ്മൾ ഓൾറെഡി വളരെ വിശാലമായി ക്ലാസ്സിൽ പഠിപ്പിച്ച് റിവിഷനും കൊടുത്ത് വിട്ടതാണ്. ഇവിടെ ഇതൊക്കെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോവിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വർക്കേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് കൗൺസിൽസ് ആണ്. കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സോവിയറ്റ് കൊടുത്തിട്ടുണ്ട്. ബോൾഷെവിക്സുകളുടെ ലക്ഷ്യം എന്തായിരുന്നു? റിപ്പബ്ലിക്കനിസം ഒന്നും അല്ല, അവരുടെ ലെനിനിസം അല്ലെങ്കിൽ സോഷ്യലിസത്തിന്റെ ഒരു റാഡിക്കൽ വെർഷൻ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അതാണ് ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്റേറിയറ്റ്. ഇതാണ് അവരുടെ ലക്ഷ്യം. കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ലെനിൻ അധികാരം പിടിച്ചെടുത്തിട്ട് ആദ്യമേ ചെയ്ത പണി ഡിക്കറി ഓൺ പീസ് ആണ്. കണ്ട ക്ലാസ്സിൽ കൃത്യമായ സ്റ്റെപ്സ് ടേക്കൺ ആഫ്റ്റർ റവല്യൂഷൻ. ലെനിൻ എടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റി ഓഫ് ബ്രെസ്റ്റ് ലിറ്റോസ്ക് ആണ്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെന്ന പ്രഖ്യാപനം. ഇത് ആദ്യമായി ചോദ്യം പ്രത്യക്ഷപ്പെടുന്ന ക്ലാസ്സിലാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിലിംസിലായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് സ്ഥിരമായി പഠിപ്പിക്കുന്നുണ്ട്. കാര്യം 2019 മുതലാണല്ലോ പാറ്റേൺ ഒക്കെ മാറ്റിയത്. പിന്നീട് ഡിക്രി ഓൺ ലാൻഡ്, പാവപ്പെട്ടവന് ഭൂമി പതിച്ചു കൊടുക്കുന്ന പരിപാടി. പണക്കാരനെ ഭൂമി വാങ്ങിച്ചിട്ട് പാവപ്പെട്ടവന് കൊടുക്കുന്ന പരിപാടി. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇതൊന്നും തെറ്റിക്കേണ്ട യാതൊരു കാര്യം നിങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ചോദ്യം. പിന്നെ നാലാമത്തെ ചോദ്യം അല്ലെ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നശിച്ച ഒരേ ഒരു രാജവംശം റോമനോഫ്സ് ആണെന്നാണ് പറയുന്നത്. ഒരിക്കലും എന്റെ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അമേരിക്ക അല്ലെങ്കിൽ ഇന്ന് ബ്രിട്ടൻ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഫേമസ് ആയ പണ്ടത്തെ രാജ്യങ്ങളായിരുന്ന ഓട്ടോമാൻ എംപയറും ഓസ്ട്രോ ഹംഗേറിയൻ എംപയറും ഒക്കെ, ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റി എന്ന് പറയും, അവരെ പറ്റി ഇപ്പം കേൾക്കാനില്ല. അവരൊക്കെ ഭൂമിയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അമേരിക്ക ഇന്ന് നാളെ മുതൽ അമേരിക്ക എന്ന രാജ്യമില്ല എന്ന് പറഞ്ഞതിന്റെ അവസ്ഥ എന്തായിരിക്കും? അത്രയും പവർ അന്നത്തെ കാലത്ത് അമേരിക്കയായിരുന്നു ഓട്ടോമൻ എംപയറും അല്ലെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയൻ എംപയറും ഒക്കെ. ഓട്ടോമൻസിനെ ഭരിച്ചിരുന്ന ഖലീഫ, ഇവിടെ ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിയാണ് ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ ഭരിച്ചിരുന്നത്. അവരൊക്കെ നശിച്ചത്, യൂറോപ്പിലെ രാജവംശങ്ങൾ തകർന്നതും ഏഷ്യൻ രാജവംശങ്ങൾ വിറയ്ക്കാൻ തുടങ്ങിയത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. റോമനോസ് മാത്രമല്ല, പല രാജവംശങ്ങളും ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടു. അപ്പം ഫോർത്ത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇതൊക്കെ ക്ലാസ്സിൽ ഒരു കഥ പോലെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വേൾഡ് ഹിസ്റ്ററി ക്ലാസ്സുകൾ തുടക്കത്തിൽ എടുക്കുമ്പോൾ അവർ ചോദിക്കുക എന്തിനാണ് ഇത്രയും കണ്ടന്റ് തരുന്നത് അല്ലേ? പക്ഷെ ഒരു 10-20 മണിക്കൂറിനകത്ത് മാക്സിമം തീർത്തിട്ടുണ്ട്. ക്ലാസ്സസ് മാക്സിമം കൺസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടന്റിന്റെ ഉപകാരം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് ഹിസ്റ്ററി എവിടെ നിന്നും ചോദ്യം വരാം. ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വേൾഡ് ഹിസ്റ്ററി ചോദ്യങ്ങളെല്ലാം എന്റെ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. എനിക്കത് ഉറപ്പ് പറയാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാനും പറ്റും. അപ്പൊ വേൾഡ് ഹിസ്റ്ററി അത്ര ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പ്രൊവൈഡഡ് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. ഈ ഒരു ചോദ്യം എന്താ? കേരള ഹിസ്റ്ററിയിലെ ഒരു ചോദ്യമാണ്. ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. തുഫത്തുൽ മുജാഹിദീൻ അല്ലെ, ഷെയ്ഖ് സൈനുദ്ദീന്റെ ഈ പുസ്തകത്തിനകത്ത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് പോർച്ചുഗീസ് റൂൾ അല്ലെ, പോർച്ചുഗീസുകാരുടെ ക്രൂരതകളെ പറ്റി വിശാലമായി പറയുന്നുണ്ട് അല്ലെ. ഒരു ഇസ്ലാം മത വിശ്വാസി ഈ പുസ്തകത്തിൽ തുടങ്ങുന്നത് തന്നെ ഹിന്ദു രാജാവായ സാമൂതിരിയെ പുകഴ്ത്തിക്കൊണ്ടാണ്. കാര്യം പോർച്ചുഗീസുകാരുടെ ക്രൂരതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന സാമൂതിരി എന്ന് പറഞ്ഞിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ക്ലാസ്സിലൊക്കെ ഇതൊക്കെ എല്ലായിടത്തും പഠിപ്പിക്കുന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? കൗടില്യന്റെ അർത്ഥശാസ്ത്രമാണോ ഏർലിയർ സാൻസ്ക്രിത് വർക്ക്? ഒരിക്കലും നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ഐതരേന്യ കാണ്ഡ, ഇതിലാണ് ആദ്യമായി കേരളം എന്നൊരു സ്ഥലത്തെ പറ്റി പരാമർശം വരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഈ അസോസിയേറ്റഡ് ഫാക്ട്, ലിറ്റററി സോഴ്സ് ഓഫ് കേരള എന്നുള്ള ചോദ്യങ്ങൾ വരും. അത് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ട്രാവലേഴ്സിനെയൊക്കെ പറ്റിയ സ്ഥിരമായ ചോദ്യങ്ങളൊക്കെ വരുന്നതാണല്ലോ, അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് പോയാൽ മതി. ഈ അസോസിയേറ്റഡ് ഫാക്ടുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഏഴാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. എളുപ്പം ചോദ്യമാണ്. ഏഴിന്റെ ഉത്തരം എ ആണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രമല്ലല്ലോ, ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള പഠനമാണല്ലോ വേണ്ടത്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇവിടെ നമുക്ക് എപ്പോഴും തിരിഞ്ഞു വന്ന ഫാക്ട് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ച സെഷൻ ഏത്? കൽക്കട്ട സെഷൻ. അംഗീകാരം കൊടുത്ത സെഷൻ ഏത്? നാഗ്പൂർ സെഷൻ അല്ലേ. അപ്പൊ എല്ലാവർക്കും തിരിഞ്ഞു വന്നിട്ട് കൃത്യമായിട്ട് ക്ലാസ് റിപ്പീറ്റ് ചെയ്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്ന് ഈ അസോസിയേറ്റഡ് ഫാക്ട് നോക്കിയിട്ട് പോവുക. അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പം KS പ്രിലിംസ് വരാൻ പോവാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ നിന്നുള്ള ഫാക്ടുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എട്ടാമത്തെ ചോദ്യം, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എയിം എന്ത്? ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്.
എലിമിനേഷൻ ടെക്നിക്സ് മാത്രം ഉപയോഗിച്ചാൽ പോലെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും അല്ലേ? ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എയിംസ് എന്തൊക്കെയായിരിക്കും? UN അല്ലെന്നിരിക്കട്ടെ, മറ്റേതെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ഇതൊക്കെ അതിന്റെ എയിം ആയിട്ട് മാറേണ്ടതല്ലേ? അപ്പം വെറും കോമൺ സെൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ അല്ല. 9ാമത്തെ ചോദ്യം, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ. ഇതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്ത്? ഇത് മറ്റൊരു ഈസി ക്വസ്റ്റൻ ആണ് അല്ലേ? കാര്യം കുറെ ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് ഈസി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ലെവലോട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. പാടുള്ളത് മാത്രമേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള പ്രേമ സിനിമയല്ല, മറ്റേ ഡാൻസിന്റെ ഡയലോഗ് അല്ല നമുക്ക് വേണ്ടത്. ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാം നമുക്ക് പഠിക്കണം. അപ്പൊ ഇതിനകത്തും നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇതിനകത്ത് ഒന്ന് നോക്കി, ഇതിനകത്ത് ഏതാ സ്റ്റേറ്റ്മെന്റാ തെറ്റ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം കണ്ടെത്തിയത് അല്ലെ? ഇവിടെ പറയുന്നു ഡോക്ടർ പൽപ്പുവാണ്. അപ്പൊ ബി അല്ലേ തെറ്റ്? അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. പിന്നെ ചില ചോദ്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മൺസൂണിനെ പറ്റി വളരെ ഗഹനമായി ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് കറക്കി കുത്തിത്തിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇന്നലത്തെ വീഡിയോയിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്യുക. പക്ഷേ ആഴത്തിൽ പഠിച്ചിട്ട് വേണം കറക്കി കുത്താൻ ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി എക്സ്റ്റൻസീവ്ലി ഡിസ്കസ് ചെയ്യുകയും ടെസ്റ്റ് സീരീസുകളിൽ മൾട്ടിപ്പിൾ ടൈംസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്ത ഡിഗ്രി പ്രിലിംസിന് ടെസ്റ്റ് 5ലും KASന്റെ ടെസ്റ്റിനകത്ത് ഒക്കെ നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തായിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? മൺസൂണിന്റെ ഓൺസെറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ? ഈ ചോദ്യം എന്താണ്? ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് പല ടെസ്റ്റുകളിലായി പല രീതിയിൽ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. KASന്റെ ടെസ്റ്റിനകത്തും ഡിഗ്രി പ്രിലിംസിന്റെ ടെസ്റ്റിനകത്തും ഒക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് മാത്രം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ, അസോസിയേറ്റഡ് ഫാക്ടറിലൂടെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എത്ര ചലഞ്ചിങ് ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈ മൺസൂണിന്റെ മെക്കാനിസം ഇപ്പൊ ഒരു ഹോട്ട് തീമാണ്. സിവിൽ സർവീസ് ക്വസ്റ്റ്യൻസ് പേപ്പറിലായിക്കോട്ടെ, PSCയിലായിക്കോട്ടെ, മൺസൂൺ ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ എന്ന് പറയുമ്പോൾ ഉപ്പില്ലാത്ത ഉറക്കമീൻ കറി പോലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നിലവാരമുള്ള ചോദ്യ പേപ്പർ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ക്വസ്റ്റ്യൻസ് ഫ്രം മെക്കാനിസം ഓഫ് മൺസൂൺ അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്നുള്ള കാര്യം. ഇത് മറ്റൊരു സ്ഥിരം PSC ചോദ്യമാണ്. ഗരീബി ഹട്ടാവോ ഇത് ഏതാ 5 ഇയർ പ്ലാനിന്റെ ഭാഗമായിട്ട് വന്നതാണ്? 5th 5 ഇയർ പ്ലാൻ ആണ്. ഇതൊക്കെ എന്തായാലും വരേണ്ട ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടെസ്റ്റ് സീരീസിനകത്ത് ഇതും കവർ ചെയ്തിട്ടുള്ളത്. നമ്മളത് ടെസ്റ്റ് സീരീസിനകത്ത് 5th 5 ഇയർ പ്ലാനിന്റെ വിശാലമായിട്ടുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തും തന്നെയാണ് നമുക്ക് ഇത് സാധാരണ ടെസ്റ്റ് സീരീസിന്റെ മാജിക് അതാ. നമ്മൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചോദ്യം തെറ്റിയാൽ പോലും ഇത് എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്ന ആലോചിച്ച് പോയി സൊല്യൂഷൻ വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലാതിരിക്കും. അപ്പൊ ടെസ്റ്റ് സീരീസിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡി എന്ന് പറയുന്നത് വെറുതെ കാണാതെ പഠിക്കുകയല്ല. ഒരു ചോദ്യം ചെയ്യുന്നു, ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു, പിന്നെ സൊല്യൂഷൻസ് പഠിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡി നമ്മുടെ തലയിൽ ഇംപ്രിന്റ് ആയി കിടക്കുമ്പോൾ ടെസ്റ്റ് സീരീസിന്റെ ഒരു ബ്യൂട്ടി അതാണ്. നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ചോദ്യ പേപ്പറുകൾ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് ചെയ്താലും മതി. ഒരു 10 ടെസ്റ്റ് നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആവും. അതാണ് നിങ്ങൾ ഇതിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഏത് എക്സാം ആയാലും, ഇപ്പൊ നിങ്ങൾ നീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെറ്റ് ആയിക്കോട്ടെ, PSC UPSC ഏതാണെങ്കിലും ടെസ്റ്റ് സീരീസുകളുടെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണരുത്. PSCയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ഒരു മേഖലയിൽ പിള്ളേർക്ക് മടിയാണ് ടെസ്റ്റ് സീരീസ് എഴുതാനായിട്ട്. UPSCയിലെ പിള്ളേർ എഴുതും ടെസ്റ്റ് സീരീസ്. കാര്യം അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് അറിയാം. PSCയിൽ ഇപ്പോഴും ഒരു കൾച്ചർ വന്നിട്ടില്ല. ടെസ്റ്റ് സീരീസ് മാതൃകാ പരീക്ഷകൾ എഴുതാനുള്ള കൾച്ചർ വന്നിട്ടില്ല. അത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾ അതിനൊരു ട്രൈ ആണ് ചെയ്യുന്നത്. ടെസ്റ്റ് സീരീസിന് ഇമ്പോർട്ടൻസ് അതിന് മാക്സിമം കണ്ടന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. അഫോർഡബിൾ ഫീസിൽ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 10-25 ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. കാര്യം പ്രോബബിലിറ്റി തിയറി അത്ര സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. നീതി ആയോഗിന്റെ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം അല്ലേ? ഇതിനകത്ത് ബി ആണ് ഉത്തരം. 1 and 3. നീതി ആയോഗിന്റെ കോമ്പോസിഷനും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മൊഡ്യൂൾ ടെസ്റ്റിനകത്ത് ഇതൊക്കെ ഡിസ്കഷന് പോയിട്ടുള്ളതാണ്. ഇതിന് ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്നതിന് ഗുണം അതാണ്. നമുക്ക് കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് എടുക്കാനായിട്ട് ഹോട്ട് ടോപ്പിക് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക. നമ്മുടെ ചാനലിൽ ഡിഗ്രി പ്രിലിംസിന്റെ പ്ലേലിസ്റ്റിനകത്ത് ഹോട്ട് ടോപ്പിക്സ് മാക്സിമം ഇട്ടിട്ടുണ്ട്. ഇതും വളരെ ചലഞ്ചിങ് ആയ ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ഇത് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ഫ്രീ ടെസ്റ്റിൽ ഇപ്പൊ ഇന്ന് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫ്രീ ടെസ്റ്റിൽ ഇത് കവർ ചെയ്തിട്ടുള്ളതാണ്. ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്താണെന്നാണ് ചോദ്യം അല്ലെ? ഇത് ടാക്സ് റവന്യൂ എന്താണ്, നോൺ ടാക്സ് റവന്യൂ എന്താണ്, റവന്യൂ റെസീപ്റ്റ്, ക്യാപിറ്റൽ റെസീപ്റ്റ്, ഇതൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് സീരീസിലും ഇതൊക്കെ ടെസ്റ്റ് സീരീസിന്റെ സ്ക്രീൻഷോട്ട്സ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. കാര്യം ഇത് ചോദിച്ചേ പറ്റുമോ ഈ ചോദ്യങ്ങളൊക്കെ. അപ്പം അടുത്ത തവണ ചോദ്യം വരുന്ന ഒരുപക്ഷെ ഇവിടെ നിന്ന് ആയിരിക്കില്ല. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് റവന്യൂ റെസീപ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യം വരിക.
ഇത് ചോദിക്കുന്ന മേഖല ഒന്നാണ് അല്ലെ, ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് എവിടെ നിന്നൊക്കെയാണ് ഗവൺമെന്റിന് കാശ് കിട്ടുന്നത്, അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നത്, റവന്യൂ കാശും ക്യാപിറ്റൽ ക്യാഷും, റവന്യൂ റെസീറ്റ് ആൻഡ് ക്യാപിറ്റൽ റെസീറ്റ്. എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, അവിടെ ഇങ്ങനെയുണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ഒരു മേഖലയെന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ ഒരു മേഖല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കറങ്ങിയ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ബ്യൂറോക്രാറ്റ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് പബ്ലിക് ഫിനാൻസ് മാത്രമാണിത്. അത് മാത്രമാണ് PSC നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. നമ്മൾ വലിച്ചു വാരി പഠിക്കരുത്. നമ്മൾ പണ്ഡിതന്മാരാവാനല്ല പഠിക്കുന്നത്, കൂടുതൽ ആഴത്തിൽ അറിഞ്ഞ് പഠിക്കുകയും ചെയ്യില്ല. ഒരു ബ്യൂറോക്രാറ്റിക് മെന്റാലിറ്റിയിൽ പഠിക്കുക. റവന്യൂ ഡെഫിസിറ്റിന്റെ ഈ ചോദ്യം അത്തരത്തിലുള്ള എക്സാമ്പിൾ ആണ്. റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് പബ്ലിക് ഫിനാൻസസിന്റെ ഏറ്റവും ബാലിശമായ ടോപ്പിക്കുകളാണത്. അപ്പൊ 20ന്റെ ഉത്തരം A ആണ് അല്ലെ. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് എക്സ്ക്ലൂഡ്, ഇന്നലത്തെ വീഡിയോ ഇതൊക്കെ വിശാലമായിട്ട് ചർച്ച ചെയ്തതാണ്. ഇതൊക്കെ ചോദിച്ചു വരുന്നത് ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന വലിയ പണിയല്ല. ഇത് എന്തായാലും എക്സാമിന് വരുമെന്ന് അറിയാം. ഒരു 10 ചോദ്യപേപ്പറുകൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ചോദ്യപേപ്പറിൽ വരും. ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ, അതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഇതെന്തായാലും വരും. കൃത്യമായിട്ട് ഇക്വേഷൻസ് ഒക്കെ എഴുതി തന്നെയാണ് പഠിപ്പിച്ചുള്ളത് അല്ലെ. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ്, ബഡ്ജറ്ററി ഡെഫിസിറ്റ് പ്ലസ് ബോറോയിങ്സ്, ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്താണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മൾ ഡിഫറൻസ് എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തന്നെ പോയിട്ടുണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റിനകത്ത് ഒരിക്കലും ബോറോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഒന്ന് സ്മാർട്ടായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് അല്ലെ. ഇത് പല ടെസ്റ്റിലും നമ്മൾ കവർ ചെയ്തിട്ടുള്ള. ഈ ചോദ്യങ്ങൾ ജസ്റ്റ് സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അസോസിയേറ്റഡ് ഫാക്ടറികളോട് വായിച്ചിട്ട് പോയാൽ സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസ് നിങ്ങൾക്ക് കുറെ കൂടി ഈസി ആയിരിക്കും. പക്ഷെ ഞങ്ങൾ എപ്പോഴും എവിടെയാണ് ഇംപ്രൂവൈസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാറുണ്ട്. ഇത് അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിൽ നിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു, ഇ ഗവേണൻസ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഞങ്ങളത് വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തു. പുതിയ ഓപ്ഷൻസിന്റെ പാറ്റേൺ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചോദ്യങ്ങളൊക്കെ സെറ്റാക്കി അസോസിയേറ്റഡ് ഫാക്ടറികളൊക്കെ കൊടുത്തു. പക്ഷേ ഏജൻസിയെ കോട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ ഞങ്ങൾക്ക് ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യും, ക്വാളിറ്റി ഓഡിറ്റ് നടത്തും, എവിടെയാണ് ഇംപ്രൂവൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞങ്ങളുടെ ടെസ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫിനേക്കാളും നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാം, ഒരു സംശയം വേണ്ട. പക്ഷേ അത് പോരല്ലോ, നമുക്ക് എപ്പോഴും റൂം ഫോർ ഇംപ്രൂവ്മെന്റ് കാണും. അപ്പൊ ഇത് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത് ഞങ്ങൾ നോക്കേണ്ടതായിരുന്നു, ആ ഏജൻസികൾ കോട്ട് ചെയ്യേണ്ടതായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ലോങ് പ്രോസസ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം ബി ആണ്. ഇത് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ഇതൊരു സൂചനയാണ്. അടുത്ത പരീക്ഷയിൽ കൂടുതൽ റിസർച്ച് ആവശ്യമുണ്ട്, ഉറപ്പായും കവർ ചെയ്യും. അപ്പം നമുക്ക് പറ്റിയ ക്ലെയിമിംഗ് മാത്രം നടത്തിയാൽ പോരല്ലോ, അതിനോടൊപ്പം ഞങ്ങൾക്ക് എവിടെയാണ് ഇംപ്രൂവൈസ് ചെയ്യാനുള്ളതെന്നും പബ്ലിക്കായിട്ട് പറയാനുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ആന്റി ഡിഫെക്ഷൻ ലോ, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇതൊക്കെ എല്ലായിടത്തും പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഒരു ചോദ്യം കണ്ടോ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ 2024. ഇത് ഞങ്ങൾ ടെലിഗ്രാമിൽ ടെസ്റ്റിനകത്ത് കൊടുത്ത, ഫ്രീ ടെസ്റ്റിനകത്ത് കൊടുത്തതായിരുന്നു. അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്ന് പറയുന്നത്. അന്ന് 1288 കുട്ടികൾ ചോദ്യം ചെയ്തു. കുറെ പേരുടെ തെറ്റി, കുറെ പേരുടെ ശരിയായി. പക്ഷെ അവർക്ക് എല്ലാവർക്കും പരീക്ഷയിൽ ഈ ചോദ്യം ശരിയായി കാണും. ഈ ചോദ്യം നമ്മൾ ടെലിഗ്രാം വഴി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഉത്തരത്തിൽ അങ്ങനെ നമുക്ക് എത്താൻ പറ്റും അല്ലെ. 25 ഉത്തരം എന്ന് പറയുന്നത് A ആണ്. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളാവുക. അവിടെ കുറേ ഓവർലോഡ് മെറ്റീരിയൽ ഇല്ല. രാവിലെ ഒരു ടെസ്റ്റ് തരും, വൈകിട്ട് റാങ്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ തരും, അതിന്റെ കുറച്ച് PDF നോട്ട്സും തരും. അതാണ് ബേസിക്കലി നമ്മുടെ ടെലിഗ്രാം റൊട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എവിടെയാണ് ക്ലാസ്സിന് പോകുന്നതെങ്കിലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിന്റെ കൂടെ ഒട്ടും ഓവർലോഡ് ആവാത്ത രീതിയിൽ അവിടുത്തെ കണ്ടന്റുകൾ കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു ഇപ്പോഴത്തെ കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ഇതാ, 73rd അമെന്റ്മെന്റ് ആക്ട് എവിടെയൊക്കെയാണ് അപ്ലൈഡ് ആവാത്തത് എന്നാണ് ചോദ്യം. അത് PSCയുടെ ആൻസർ കീ തെറ്റാണ് കേട്ടോ. കാര്യം ജമ്മു ആൻഡ് കാശ്മീർ ഒന്നത് സ്റ്റേറ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് അല്ലെ. അപ്പൊ ഇതിനകത്ത് നാഗാലാൻഡ്, മേഘാലയ, മിസോറം, ഷെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഏരിയാസ് ഒക്കെയാണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. നാഗാലാൻഡ്, മേഘാലയ, മിസോറം, ഇത് മൂന്നുണ്ട്. 1, 2 and 4 അല്ലെ. 1, 2, 4 B ആണ് ഉത്തരവായിട്ട് വരേണ്ടത്. PSC കൊടുത്തിട്ടുള്ള ആൻസർ D ആണ്. ഒരുപക്ഷെ ഇത് ക്യാൻസൽഡ് ആകുമായിരിക്കാം. ഓക്കെ, അപ്പം PSCക്ക് ചിലപ്പോഴും ഒക്കെ അബദ്ധം പറ്റാം. പക്ഷേ ഈ ഒരു ചോദ്യപേര് വളരെ മികച്ച രീതിയിൽ അവർ പ്രൂഫ് റീഡിംഗ് ഒക്കെ നടത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ ഒബ്വിയസ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. 27, 28 ഒക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. 27C, 28B, ഇതിനെയൊക്കെ പറ്റി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂട്യൂബ് വീഡിയോയിൽ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിലിംസ് ടെസ്റ്റ് സീരീസിനകത്ത് ഞങ്ങൾ ഇത് കവർ ചെയ്താണ്. കാരണം ഇതൊക്കെ എന്തായാലും വരും. അമെൻമെന്റ്, എമർജൻസി, ബേസിക് സ്ട്രക്ചർ, പ്രിയാമ്പിൾ, ഈ 4 ടോപ്പിക്സിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വന്നേ പറ്റൂ. അപ്പൊ ഇത് ഹോട്ട് ടോപ്പിക്സ് മാത്രം ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ സെപ്ഷൻ എന്ന വിദ്യാർത്ഥിയാണെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പ്ലേലിസ്റ്റ് ഒന്ന് കാണുക. അതിനകത്ത് ഹോട്ട് ടോപ്പിക്സ് മാക്സിമം ഏതൊക്കെയാണെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ ഇനി സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചർ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ റാങ്ക് ഫയൽ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നേ ഉള്ളൂ. ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ അത്ര എളുപ്പമാണ്. കൃത്യമായിട്ടുള്ള പാറ്റേണിലേക്ക് പി എസ് സി മാറിക്കഴിഞ്ഞു. പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ചോദ്യങ്ങൾ. പക്ഷെ പഠിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടെലിഗ്രാം, യൂട്യൂബ് വഴി ഫ്രീ കണ്ടന്റുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അഫോർഡബിൾ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും മെയിൻസിന് തയ്യാറെടുത്ത് തുടങ്ങുക. കട്ട് ഓഫ് പ്രഡിക്ഷന്റെ പുറകെ പോകരുത്. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണുമല്ലോ. കാര്യം കഴിഞ്ഞ LSGS മെയിൻസിന്റെ സമയത്ത് സംഭവിച്ചതാ. പ്രിലിംസ് കഴിഞ്ഞ് റൈറ്റ് അവേ പഠിച്ചു തുടങ്ങിയ പിള്ളേരൊക്കെ ഇപ്പോൾ മെയിൻസും പാസ്സായി, ഇപ്പൊ ഇന്റർവ്യൂ കോച്ചിങ് കഴിഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. നല്ല മാർക്കുണ്ട് അവർക്കൊക്കെ. അതിന് ഒരേ ഒരു കാരണം എന്താ, അവർ ബുദ്ധിജീവികളായതുകൊണ്ടല്ല, നേരത്തെ പണി തുടങ്ങിയവര്. മെയിൻസ് പരീക്ഷ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, പിള്ളേർ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഇനി ക്ലൈമാക്സ് മാത്രമാണ് ഏതെങ്കിലും ക്ലാസ് റൂമിൽ പോയുള്ള പരീക്ഷ എഴുതുക. പക്ഷെ മെയിൻസ് പരീക്ഷ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നല്ല കോമ്പറ്റീഷൻ ആണ്. പക്ഷെ ഇന്റർവ്യൂ അടക്കമുള്ള പരീക്ഷ ആയതുകൊണ്ട് പ്രിലിംസിൽ ധാരാളം പേര് ക്വാളിഫൈഡ് ആകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കാൻ മുന്നോട്ട് പോവുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാണ്. ഇതിന്റെ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് മെന്റേഴ്സുമായി നിങ്ങൾക്ക് നേരിട്ട് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മറ്റു അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഓക്കെ, അതല്ല ഈ പ്രിലിംസിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, ഇനി അടുത്ത വർഷത്തെ പ്രിലിംസിനാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ദ്രോണ ലോങ് ടേം ഡിഗ്രി ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് മാത്രമാണ് കുറവായിട്ടുള്ളത്. ക്ലാസ്സസിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും, ഒരു സംശയമാണ്.